ചേച്ചി നോക്കുമ്പോൾ ചിന്നുവാണ്. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അറിയാതെ നാവിൽ നിന്ന് വന്നു പോയതാ. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഇത്തവണ സന്തോഷം കൊണ്ടാണ് കണ്ണു നിറഞ്ഞത്. 18 വയസ്സായിട്ടും കുട്ടിപ്പെണ്ണാണ് ഇവളിപ്പോഴും. അതൊന്നും സാരമില്ലടി. എന്നാലും ചേച്ചി, പെണ്ണ് ഷട്ടർ അടക്കാനുള്ള പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ചിന്നു എൻ്റെ തോളിൽ നിന്ന് മുഖമുയർത്തി നോക്കി. പോയി, മൂട് പോയി. അതും പറഞ്ഞ് അവൾ ഇറങ്ങി നടന്നു. ആ പോക്ക് ഞാൻ നോക്കി നിന്നു. പിറ്റേന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുറ്റത്തെ തൊഴുത്തൊക്കെ വൃത്തിയാക്കുകയാണ് അച്ഛനും അമ്മയും. ഇതെന്താ പരിപാടി? അമ്മ കുടുംബശ്രീ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് മോളെ. 2 പശുക്കളെ വാങ്ങാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പാലും തൈരും നെയ്യും ഒക്കെ വിൽക്കാം. പറമ്പിൽ കൃഷി തുടങ്ങുന്നുണ്ട്. ആവശ്യത്തിന് വളവും ആകുമല്ലോ, അച്ഛൻ പറഞ്ഞു. പശു വളർത്തലൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. കൃഷി അതിനും കാലങ്ങൾക്ക് മുമ്പ് നിർത്തിയതാണ്. എന്തായാലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. നടന്ന് കണ്ടാൽ മതിയായിരുന്നു. അച്ഛൻ വെറുതെ പറഞ്ഞതല്ല എന്നും പറഞ്ഞ് പിറ്റേന്ന് രാവിലെ മനസ്സിലായി. കാപ്പി കുടിച്ചു കഴിഞ്ഞ് ചാരുകസേരയിൽ കിടക്കുന്നതിന് പകരം കൈക്കോട്ടും ആയി പറമ്പിലേക്ക് ഇറങ്ങി. ഞങ്ങൾ 3 പേരും ഇറങ്ങിക്കഴിഞ്ഞ് അമ്മയും കൂടെ പോയി. ഒരാഴ്ചക്കകം 2 പശുക്കളും അവരുടെ കുട്ടികളും തൊഴുത്തിലെത്തി. ആ സൺഡേ ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യത്തെ ഓർഡർ വന്നത്. അന്നു തന്നെയാണ് വെങ്കിയളിയൻ്റെ കല്യാണവും. 1000 അപ്പത്തിനായിരുന്നു ഓർഡർ. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റു. 4 മണിയായപ്പോഴേക്കും അമ്മയും ചിഹ്നവും എഴുന്നേറ്റ് വന്നു. ഞാൻ പോയി ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടും കേട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞ് കാണാം അപ്പവും അച്ഛനും കൂടി വന്നു. അവരും ഒപ്പം കൂടി. എല്ലാവരും കൂടി തമാശയൊക്കെ പറഞ്ഞാണ് ജോലി ചെയ്തത്. 6 മണിയായപ്പോഴേക്കും കഴിഞ്ഞു. എൻ്റെ കുടുംബത്തിൻ്റെ ഒത്തൊരുമയിൽ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് പണവും പത്രാസും ഒക്കെയുള്ള പല വീടുകളിലും ഇല്ലാത്തതും ഞങ്ങൾക്കുള്ളതും ഇതാണ്. പരസ്പര സ്നേഹവും ഒത്തൊരുമയും. ഞാനും അപ്പവും ചിഹ്നവും കൂടി ഹാരിമോൻ്റെ കൂടെയാണ് കല്യാണത്തിന് പോയത്. കാലങ്ങൾക്ക് ശേഷം ഞാനൊന്ന് സാരി എടുത്തു. ശ്രീദേവിയമ്മയും ദേവച്ചനും വലിയ സന്തോഷത്തിലായിരുന്നു. ഉണ്ണിക്കുട്ടൻ എവിടെ അമ്മേ? ഹരിയുടെ കൂടെയുണ്ട് മോളെ. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. മസുലളിയൻ നന്നായോ? ഒരാഴ്ചയായി അവന് നല്ല മാറ്റമുണ്ട് മോളെ. ഞങ്ങളോട് മിണ്ടുകയൊക്കെ ചെയ്യും. ജോലി കഴിഞ്ഞ് വന്നാൽ മോനെ നോക്കും. അവളും ഇപ്പോൾ ഒരുപാട് മാറി. അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു. ഇതിനിടെ മോനെയും കൊണ്ട് ഹരിയേട്ടൻ 3-4 തവണ ഞങ്ങളുടെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഓ, മോനെ നോക്കുന്നു എന്ന് കാണിക്കാനായിരിക്കും. അത് അമ്മയെ കിട്ടിയിട്ടും പത്മാതി അമ്മയുടെ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. എനിക്ക് ശരി വന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ പിരിയുന്ന സമയത്തും ആൾ ഒന്ന് നന്നായിരുന്നു. അച്ഛനോടും അമ്മയോടും ഒക്കെ സ്നേഹമായി ഇടപെട്ടിരുന്നു. ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി. ഇടയ്ക്കിടെ തലക്ക് ഓരോ കൊട്ടു കൊടുത്താൽ മതി. NTR നന്നായിക്കോളും. കല്യാണമൊക്കെ നന്നായി നടന്നു. വൈകിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത മാസം 1, 2, 3 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് ഇൻ്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ്റെ ആനുവൽ സമ്മിറ്റ് നടക്കുകയാണ്. അതിനു മുമ്പ് ഒരു 4 ദിവസത്തെ സെമിനാറുമുണ്ട്. കോഴിയും ഓഫീസിലെ ശരിക്കും കോഴിയായ ദീപക്കാണ് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച കോഴിയുടെ പോര് കാണേണ്ട. എനിക്കങ്ങ് സന്തോഷമായി. എനിക്ക് മാത്രമല്ല, ഓഫീസിൽ എല്ലാവർക്കും. പക്ഷേ ആ സന്തോഷമെല്ലാം വീട്ടിലെത്തിയതോടെ പോയി. മോളെ, മാളുവിൻ്റെ കല്യാണമാണ് 2-ാം തീയതി. നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? നേരത്തെ ലീവ് പറയണം കേട്ടോ. അത്താഴം കഴിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു. ഈ മാളു എന്ന മാളവിക എൻ്റെ കസിനാണ്. അച്ഛൻ്റെ പെങ്ങൾ, സുശീലയുടെ മകൾ. അവളുടെ ചേട്ടൻ മിഥുനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ അവൾക്കൊരു പ്ലാനുണ്ടായിരുന്നു. ആ സമയത്താണ് മസലേന് വന്ന് എന്നെ കുത്തിക്കൊണ്ടുപോയത്. ഞാൻ ഡിവോഴ്സ് ആയതിൽ ഏറ്റവും സന്തോഷിച്ചത് അവർ തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്തായിരുന്നു മിഥുൻ്റെ കല്യാണം. എന്നെക്കാളും സൗന്ദര്യവും സമ്പത്തും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ രമ്യക്ക്. ആ സമയത്ത് അപ്പച്ചി ഇവിടെ വന്നു കുറേ ഷോ കാണിച്ചു. ഞാൻ നന്നായി തിരിച്ചു പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ അവരുടെ മുന്നിൽ പോയിട്ടില്ല. ഇതിപ്പോൾ മാളുവിൻ്റെ കല്യാണത്തിന് പോയാൽ അവർ എന്നെ കയറിച്ചൊറിയും. ഞാൻ മാന്തും. പിന്നെ അത് ബന്ധുക്കൾക്കിടയിൽ ചർച്ചയാകും. രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് IAS മീറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അമ്മു, നീ എന്താ ആലോചിക്കുന്നത്? അച്ഛാ, അത് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. ആ സമയത്ത് ബാംഗ്ലൂരിൽ ഒരാഴ്ചത്തെ പ്രോഗ്രാം ഉണ്ട്. അതിന് പോകുക. കമ്പനിയിൽ നിന്ന് സ്പെഷ്യൽ റെക്കമെൻഡേഷനാണ് ഞാൻ നിസ്സയാതെ അനുഭവിച്ചു പറഞ്ഞു. അപ്പവും ചിന്നും എന്നെ സംശയത്തോടെ നോക്കി. ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. ഇനി പോകണമെന്നുണ്ടെങ്കിൽ കോഴിക്കാൽ പിടിക്കേണ്ടി വരും. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്നാണല്ലോ. അപ്പോൾ പിന്നെ കോഴിക്കോലൊക്കെ നിസ്സാരം. ആലോചനയോടെയാണ് അന്ന് ഉറങ്ങിയത്. ഞാനും ദീപക്കും ആണ് പോകുന്നതെന്ന് നേരത്തെ തന്നെ ഡിവൈഡ് ചെയ്തതല്ലേ. പിന്നെ ഇപ്പോൾ എന്താ തനിക്കിതിൽ ഇത്ര താല്പര്യം? കോഴി പോരിന് റെഡിയായി നിൽക്കുകയാണ്.
അത് സാർ, എനിക്ക് ഈ പ്രോഗ്രാമിന് വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ദീപക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്തോ വിഷമം. ഒരു ചാൻസ് മിസ്സാകുകയാണോ എന്നൊരു എന്നൊരു തോന്നൽ. അതാ താൻ പറയുമ്പോൾ ആൾ എന്നെ ചോയ്ന്നു നോക്കുകയാണ്. കണ്ണാ, ഇയാളുടെ മുഖത്ത് നോക്കി കള്ളാനും പറയാനും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണോ നിവേദ്യ? പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദയ ചിരിക്കുന്നു. ഡിവോഴ്സ് കഴിഞ്ഞു താൻ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടല്ലേ? കോഴി ചോദിച്ചു. ഡിവോഴ്സിന് മുമ്പും ഉണ്ടായിരുന്നു സാർ. രണ്ടും രണ്ട് വിധത്തിൽ ആണെന്ന് മാത്രം. അന്ന് ഭർത്താവിനെ കൊണ്ട്, ഇപ്പോൾ നാട്ടുകാരെയും ബന്ധുക്കളെയും കൊണ്ട്. അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, തൻ്റെ അമ്മായിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോന്ന്. കോഴി പറഞ്ഞത് കേട്ട് ഞാൻ എഴുന്നേറ്റു. ആൾ നോക്കാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നടന്നു എന്ന് തന്നെയാണ്. ഇത്തവണ ഈ പേരും പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ എത്ര നാൾ ഞാനിങ്ങനെ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒളിച്ചോടും കണ്ണാ. ഇതിപ്പോൾ രാജപ്പൻ എന്നെയും കൊണ്ട് ബാംഗ്ലൂരിന് പോകുന്ന കാര്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അവിഹിതമാണെന്നൊക്കെ കേൾക്കേണ്ടി വരും. അയാളുടെ കൂടെ അങ്ങനെ വല്ലതും കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പബ്ലിക് ടോയ്ലറ്റിൻ്റെ സൈഡിൽ പൂച്ചട്ടി വെച്ച് പിടിപ്പിക്കുന്നത് പോലെയാണ്. എന്താ ഇപ്പോൾ ഒരു വഴി? അത് തന്നെ. സലാം ദീപക് ഭായ്. ദീപക് എന്നെ റെഫർ ചെയ്തു എന്ന് വരണം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ബെസ്റ്റ് പോയ് ഓഫ് ദി മന്ത് അവാർഡ് വാങ്ങിക്കുന്ന മുതലാണ്. കുറച്ച് നോൽക്കരിയോ ഗോതമ്പോ ഇട്ട് കൊടുത്താൽ ഇങ്ങ് പോന്നോളൂ. ദീപക് ഏട്ടാ. ഇതാരാ, നിവിമോളോ? വേണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ ഇന്നലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ലല്ലോ. ഇതൊക്കെയാണ് കോഴി. നല്ല ഗിരിരാജൻ കോഴി. ഇങ്ങനെ ഒലിപ്പിച്ച് ചാടിക്കാനും വേണം ഒരു റേഞ്ച്. രാജപ്പനൊക്കെ വെറും ശിശു. അതും ദീപക് ഏട്ടാ, കുറച്ച് ദിവസമായി ഞാൻ നല്ല മൂഡിലല്ല. ഭയങ്കര വിഷമം. അത്രയും പറഞ്ഞപ്പോഴേക്കും ആൾ കസേര റോൾ ചെയ്ത് എൻ്റെ അടുത്തേക്ക് നീക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടായി സംസാരം. നാശം പിടിക്കാൻ. നല്ല സ്വഭാവമാണെങ്കിൽ ഞാൻ കരണം പുകച്ചരണം കൊടുത്തേനെ. ഇതിപ്പോൾ ആവശ്യം എൻ്റേതായിപ്പോയല്ലോ. ഞാൻ ഐസായി തലക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കൈവച്ചു. നിവി, എന്താ മോളുടെ പ്രശ്നം? എന്തുണ്ടെങ്കിലും ദീപക്കേട്ടനോട് പറയും. ഏട്ടൻ ശരിയാക്കി തരാം. എല്ലാം ശരിയാക്കാൻ നിങ്ങളാറ് LDF സർക്കാരോ? അത് ദീപക്കേട്ട, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ IAS സബ്മിറ്റിന് പങ്കെടുക്കണം എന്നുള്ളത്. MBA പഠിക്കുന്ന സമയത്ത് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പങ്കെടുത്തു. എന്നതുകൊണ്ട് എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ ശപഥം ചെയ്തതാ, ജോലി കിട്ടിക്കഴിയുമ്പോൾ ലോകത്ത് എവിടെ നടന്നാലും പോകുമെന്ന്. പക്ഷേ ഇതിപ്പോൾ ദീപക്കേട്ടന് വല്ല കഴിവും അനുഭവന പരിചയം ഒക്കെ ഉള്ളത് കൊണ്ട് ഏട്ടനല്ലേ ചാൻസ് കിട്ടിയത്. ഇത്തവണയും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അതാ 2-3 തുള്ളി കണ്ണീരും മിക്സ് ചെയ്ത് അവതരിപ്പിച്ചതോടെ ഗിരിരാജൻ ഫ്ലാറ്റ്. ആൾ തന്നെ എന്നെ കൂടെ കൊണ്ടുപോകാൻ കോഴിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. മൂപ്പർക്കൊരു സന്തോഷത്തിന് അല്പം തവിട്ടും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ എഴുന്നേറ്റപ്പോൾ മുറ്റത്തൊരു കോഴി. എല്ലാം കേട്ടൊന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഒന്ന് ഇളിച്ച് കാണിച്ചിട്ട് സീറ്റിലേക്ക് വന്നിരുന്നു. ദീപക് അന്ന് തന്നെ കോഴിയോട് സംസാരിച്ച് എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പ് ഓക്കെ ആക്കി തന്നു. അത് ഓഫീസിൽ മുഴുവൻ ഫ്ലക്സ് അടിച്ചും മൈക്ക് സെറ്റ് ചെയ്തും അനൗൺസ് ചെയ്തു. എല്ലാവരും ഇനി വിശാല മനസ്കയ ആശാൻ ദീപകിൻ്റെ വീരഘാതകൻ വാഴ്ത്തിപ്പാടും എന്ന് വിചാരിച്ച് നടക്കുന്നത് കണ്ടു. അന്നു മുതൽ അങ്ങേര് ഡെയിലി ഒന്നും വീതം 3 നേരം അയക്കുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഓളം മെസ്സേജുകൾ ഒക്കത്തിനും റീപ്ലൈ കൊടുത്ത് ഞാൻ മടുത്തു. ഓഫീസിൽ വെളുപ്പിച്ചുള്ള വളിപ്പേര് വേറെ. ഇതിലും അപ്പച്ചിയുടെ തള്ളു കേൾക്കുന്നതായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. ഞാനിതൊന്ന് പോയി വന്നോട്ടെ. നിന്റെ പപ്പും പുടവയും പറിച്ച് മപ്പാസ് വെച്ച് അത് നിന്നെക്കൊണ്ട് തന്നെ കയ്പും വിടാക്കാനുള്ള പുടവ അല്ല. പിന്നെ സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ. കറയുള്ള 2 പശുക്കളും അവരുടെ കുട്ടികളും കൂടാതെ 3-4 ആടുകൾ ഞങ്ങളുടെ വീട്ടിൽ വളർന്നു തുടങ്ങി. അച്ഛനും അമ്മയും പറമ്പിൽ പണി ചെയ്തു തുടങ്ങി. അന്ത്യശ്രമമായി പുല്ലും പച്ചക്കറികളും കപ്പയുമാണ് തുടങ്ങിയത്. കോഴിക്കൃഷി തുടങ്ങിയെങ്കിലും മുതലാകുന്നില്ല എന്ന് കണ്ട് 1 മാസത്തിനകം അത് നിർത്തി. എന്തായാലും പാൽ വിൽപ്പനയും വെള്ളപ്പം വിൽപ്പനയും ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് ഗുണം ചെയ്തു. നാളെ വൈകിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകുന്നത്. ദേവച്ചനും ശ്രീദേവിയമ്മയും കാണണം എന്ന് പറഞ്ഞു വിളിച്ചു. എങ്കിലും പിന്നെ അവരോട് ലുലുമാളിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ. അവരുടെ ആരുമല്ലാത്ത എന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ആ അച്ഛനും അമ്മയും എനിക്കൊരു അത്ഭുതമാണ്. മാളിലെത്തിയപ്പോഴേക്കും 2 ആളും വന്നു കഴിഞ്ഞിരുന്നു. മിടുക്കിയായിട്ടുണ്ട് അമ്മയുടെ മോള്. അമ്മ എന്നെ കണ്ടതും ഓടി വന്നു. എന്നാലും എൻ്റെ ശ്രീദേവിയമ്മയുടെ അത്ര വരില്ലായോ? അയ്യോ, ഉണ്ണിക്കുട്ടൻ എവിടെ? അവൻ ഹരിയുടെയും എഡ്ഡിയുടെയും കൂടെയുണ്ട് മോളെ. ഇന്നവർക്ക് അവധിയാണ്. അച്ഛനാണ് മറുപടി പറഞ്ഞത്. ഓഹോ, മോൻ നന്നായ ഗ്യാപ്പിൽ ഭാര്യയും കൊണ്ട് കറങ്ങാൻ ഇരിക്കുകയല്ലേ? കള്ളക്കിളവാ. എന്നിട്ട് എന്നെ കാണാനാണെന്നുള്ള പേരും. അച്ഛൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ നോക്കിയത് കോഴിയുടെ മുഖത്തേക്കാണ്. ഇയാളെന്താ ഇവിടെ? നോക്കി നിൽക്കുമ്പോഴേക്കും ആളിങ്ങ് എത്തിക്കഴിഞ്ഞു.
ഹായ് നിവേദ്യ, എന്താ ഇവിടെ? ആരാ ഇത്? ഷോപ്പിംഗ് മാൾ അല്ലേ സാറേ, ഒന്ന് ചൂണ്ടയിടാൻ ഇറങ്ങിയതാണ്. ഹായ് സാർ, ഇത് ഹരിയേട്ടൻ്റെ പേരൻസ് ആണ്. ഞങ്ങൾ വെറുതെ വന്ന സ്ഥിതിക്ക് മുതലേ അവർക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയപ്പോഴേക്കും പോയി തന്നെ ചാടി കൈ കൊടുത്തു. ഹായ് സാർ, ഞാൻ നിവേദിയുടെ ബോസ് ആണ്, പൃഥ്വിരാജ് മോഹൻ. ഹായ് മോൻ, ഷോപ്പിങ്ങിന് വന്നതാണോ? അല്ല, മാൾ വിൽക്കാനുണ്ടെന്ന് കേട്ട് വന്നതാ. അച്ഛൻ എന്തിനാ ഈ കോയോടുകൂടെ സംസാരിക്കുന്നത്? നാളെ കമ്പനി ആവശ്യത്തിന് ബാംഗ്ലൂർ പോവുകയാണ് ഞാൻ. നിവേദിയും ഉണ്ട് കൂടെ. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ആകാമെന്ന് വെച്ചു. എന്നിട്ട് മോള് പറഞ്ഞില്ലല്ലോ. പിന്നെ ബാംഗ്ലൂർ പോകുവാണെന്നും പറഞ്ഞ് നാട് നീളെ ഫ്ലക്സ് അടിക്കാം ഞാൻ. അതിന് നമ്മൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ അമ്മേ. പിന്നെ അച്ഛനും കോയും കൂടി പരസ്യവിപണിയിലെ പുത്തൻ സാധ്യതകൾ മുതൽ ഉത്തര കൊറിയൻ പ്രസിഡന്റിന്റെ കുപ്പായം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒടുവിൽ കോയുടെ വായിലെ വെള്ളം വറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ യു കാര്യവും ഞാനങ്ങ് ചെല്ലട്ടെ. കോഴി കത്തിപ്പറക്കി പോകുന്നത് കണ്ടു. അച്ഛനും അമ്മയും കൂടി ഒരാഴ്ച ബാംഗ്ലൂർ പോകുന്ന പേരും പറഞ്ഞ് എനിക്കടുത്തൊരു വർഷത്തേക്കുള്ള ഡ്രസ് എടുത്തു തന്നു. ഇവർ കുടുംബമായി ആവിചിന്തകാല ഷോപ്പിങ്ങിൻ്റെ ആളുകളാണല്ലോ. ഹാരിയേട്ടൻ അച്ഛനോടും അമ്മയോടും ഒക്കെ കുറച്ചുകൂടെ അടുത്തു എന്ന് പറയുന്നത് കേട്ടു. എഡിയും അതിൻ്റെ സന്തോഷം രണ്ടാൾക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിലും മക്കളുടെ സാമീപ്യത്തിലും സ്നേഹത്തിലും വലിയ സന്തോഷം അവർക്കെന്താ ഉള്ളത്? ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അതിൻ്റെ എല്ലാ ടെൻഷനും എനിക്കുണ്ടായിരുന്നു. അപ്പു എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. പോയി പിന്നെ ഇന്നലെ രാത്രി ഇവിടെയാണ് പായം വിരിച്ച് കിടന്നതെന്ന് തോന്നുന്നു. കണ്ണാ, നിന്നെ ഇത് കൂടെ നിന്നോണേ. പണ്ടിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് ഹാരിയേട്ടനുമായുള്ള കല്യാണ സമയത്താണ്. അന്ന് നീ ഫോൾ കാണിച്ചു, ഇനിയും കാണിക്കുമോ? ഇല്ല, എൻ്റെ കണ്ണൻ പാവാണ്. ചെക്കിനെ എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റ് എനിക്കൊരു അത്ഭുതമായി തോന്നി. വിമാനം പറന്നു വരുന്നതും താഴെയുള്ള കാഴ്ചകളും ഒരു കൊച്ചി കുഞ്ഞിൻ്റെ കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു അവിഞ്ഞ ഇളയുമായി എന്നെ നോക്കിയിരിക്കുകയാണ് പോയി. ഞാനും ഒന്ന് വിളിച്ചു കാട്ടി. കണ്ണ, നാണക്കേടായല്ലോ. കുറച്ചു നേരം ഞാൻ ആ സൈഡിലേക്ക് നോക്കിയില്ല. പോയും എന്തോ വായിക്കുന്നത് കണ്ടു. ഒരുപാട് നേരം ഒന്നും മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങി. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആൾ എന്താ എന്ന മട്ടിൽ എന്നെ നോക്കി. വായിലെ നാക്കിനി താഴെ വെച്ച് മിസ്സായോ? സാറിന് മഞ്ജുവുമായി അടുക്കാൻ കഴിയാതെ പോയത് ഞാൻ കാരണമല്ലേ? ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടോ എന്നോട്? ചിരിക്കുന്നു. ഇനി നട്ടാണോ താഴെ മിസ്സായത്? നിവേദ്യ, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവളുടെ കല്യാണം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ. ഇപ്പോൾ നട്ട് ലൂസായത് എൻ്റെയാണ്. +2 വരെ ഞാനും മഞ്ജുവും ഒരുമിച്ചാണ് പഠിച്ചത്. അവൾ ഒരിക്കലും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. മഞ്ജു തന്നോടിത് പറഞ്ഞിട്ടില്ല എന്നല്ലോ ലാജിക്കുന്നത്. ഓഹോ, മെൻഡറിങ്ങും വശമുണ്ടോ പൃഥ്വിരാജിന്? അവൾ പറഞ്ഞിട്ടില്ല, തന്നോടൊന്നല്ല ആരോടും. പിന്നെ ദേശത്തിൻ്റെ കാര്യം, അതെനിക്കുണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായത് താൻ കാരണമാണ്. അതിൻ്റെ ദേഷ്യം. കണ്ണ, ഞാൻ കാരണമോ? ഞാനത് പൊട്ടിക്കാനല്ലേ നോക്കിയുള്ളൂ. സാർ, എനിക്ക് മനസ്സിലായില്ല. കോയി ചിരിച്ചു. നിവേദ, ഞാൻ അന്ന് എൻ്റെ ദേഹത്ത് നായ്ക്കുറിനെ പൊടിയിട്ട് എനിക്ക് അലർജി ആയില്ലേ? അന്ന് എന്നെ ആശുപത്രിയിൽ കാണാൻ മഞ്ജുമ വന്നിരുന്നു. അവളുടെ ഫോൺ നമ്പർ തന്നിട്ടാണ് മടങ്ങിയത്. പിന്നെ 6.5 വർഷം ഞങ്ങൾ പ്രണയിച്ചു. ആരും അറിയാതെ, ആരോടും പറയാതെ. അവൾക്ക് ഞങ്ങളൊരു ചീത്തപ്പേര് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് സത്യം. അവൾ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ സമയത്താണ് അഭിനവിൻ്റെ ആലോചന വരുന്നത്. ഞാനന്ന് ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. ദുബായ് എന്നൊക്കെ കേട്ടപ്പോൾ എന്നേക്കാൾ മെച്ചമാണെന്ന് തോന്നിക്കാണണം. അല്ലെങ്കിലും ചേരേണ്ടവൻ തമ്മിലല്ലേ ചേരൂ. പക്ഷെ എന്നോടൊരു വാക്കുപോലും പറയാതെ പെട്ടെന്ന് ദിവസം എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ച് അവൾ പോയി. എന്താ പറ്റിയതെന്ന് പോലും അറിയാതെ ഞാൻ നടന്നു. FBയിൽ പോലും അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. പിന്നെ കുറേ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവളുടെ വിവാഹമാണ് മറ്റന്നാൾ എന്നായിരുന്നു. ആ വിവാഹത്തിൽ ഞാനും പോയിരുന്നു. അവൾ മറ്റൊരാളിൻ്റെ ആകുന്നത് പൂർണ്ണ മനസ്സോടെ ഞാൻ കണ്ടു നിന്നു. അവൾ അത്ര ഹാപ്പിയായിരുന്നു എന്നറിയോ? ആ കണ്ണുകളിലെ തിളക്കം അതെനിക്ക് അപരിചിതമായിരുന്നു. പോയി കരയുകയാണെന്ന് തോന്നി. ഞാനും വല്ലാതായി. നന്നായിരിക്കട്ടെ, എവിടെയായാലും അവർ നന്നായി നോക്കിയാൽ മതിയായിരുന്നു, കോയി പറഞ്ഞു. വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്ന പെണ്ണിനെ കുത്തുകയും പെട്രോൾ ഒഴിക്കുകയും ചെയ്യുന്ന ആണുങ്ങൾ മാത്രമല്ല, അവൾ നന്നായിരിക്കട്ടെ എന്ന് കരുതുന്ന ഒരാളും ഉണ്ടല്ലോ. എന്നാലും ഇത്രയും വലിയൊരു തെപ്പ് കിട്ടിയിട്ടും അവൾ നന്നായിരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു അല്ലേ? അതാണല്ലോ സ്നേഹത്തിൻ്റെ മേജക്ക്. ഹരിയേട്ടൻ എന്നും നന്നായിരിക്കാനല്ലേ ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെയായിരിക്കും ഇതും.